ഇൻഡോറിലെ മലിനജല ദുരന്തത്തിൽ ബി.ജെ.പി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദരിദ്രർ മരിക്കുമ്പോൾ മോദി സർക്കാർ മൗനം പാലിക്കുകയാണെന്നും ദുരന്തത്തിന് ഉത്തരവാദികൾ ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. ദുർഭരണത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് മധ്യപ്രദേശ്. പാവപ്പെട്ട ജനങ്ങൾ നിസ്സഹായരായി നിൽക്കുമ്പോൾ ബി.ജെ.പി. നേതാക്കൾ അഹങ്കാരം കാണിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനു പകരം സർക്കാർ ധിക്കാരം കാണിക്കുകയാണ്. ജനങ്ങൾ ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും ചെവിക്കൊള്ളാതിരുന്നത് എന്തുകൊണ്ടാണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. അതേസമയം ദുരന്തത്തിൽ സർക്കാരിനെതിരെ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ ഉമാഭാരതി രംഗത്തെത്തിയിരുന്നു. മോഹൻ യാദവ് സർക്കാരിനും ബി.ജെ.പിക്കും നാണക്കേടാണിതെന്ന് ഉമാഭാരതി പറഞ്ഞു. കൂടാതെ സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്നും ഉമാഭാരതി വിമർശിച്ചു. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഇൻഡോർ വൃത്തികേടും മാലിന്യവും വിഷം കലർന്ന വെള്ളവുമൊഴുകുന്ന ഇടമായി. ഒരു ജീവന്റെ വില കേവലം 2 ലക്ഷം രൂപയല്ല. മരിച്ചവരുടെ കുടുംബങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ദുഃഖത്തിന്റെ ഭാരം പേറണം. സംസ്ഥാന സർക്കാർ ദുരിതബാധിതരായ ജനങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നും ഉമാഭാരതി കൂട്ടിച്ചേർത്തു. ഇൻഡോറിലെ ഭഗീരഥപുരിയിലെ വാർഡ് 11 കുടിവെള്ളത്തിലാണ് മലിനജലം കലർന്നതിനെ തുടർന്ന് വിഷബാധയുണ്ടായത്. ദുരന്തം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വെള്ളത്തെ സംബന്ധിച്ച് പ്രദേശവാസികളിൽ ചിലർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതർ ഇത് ഗൗനിച്ചില്ല. ഡിസംബറോടെ സ്ഥിതിഗതി വഷളായി. നർമ്മദ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ കുടിവെള്ളമായി എത്തുന്നത്. ഡിസംബർ 28ഓടെ വാർഡിലെ 90% ആളുകൾക്കും വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം തുടങ്ങിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡിസംബർ 29 ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. കുടിവെള്ള പൈപ്പ് ലൈനിന് മുകളിൽ സേഫ്റ്റി ടാങ്ക് ഇല്ലാതെ നിർമ്മിച്ച ശൌചാലയത്തിൽ നിന്നുള്ള മാലിന്യം പൈപ്പിലെ വിള്ളലിലൂടെ കുടിവെള്ളത്തിൽ കലർന്നതാണ് വിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വെള്ളത്തിന്റെ സാമ്പിളുകളിൽ രോഗകാരികളായ അണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. അസുഖബാധിതർക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് ശുദ്ധമായ വെള്ളം ലഭ്യമാക്കണമെന്ന് മുനിസിപ്പൽ കോർപ്പറേഷനോടും കോടതി ഉത്തരവിട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നേരത്തെ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. സംഭവത്തിൽ 2 മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു.